നമസ്കാരം. കഴിഞ്ഞ 4-ാം തീയതി തെരഞ്ഞെടുപ്പ് നടന്ന 5ഇടങ്ങളിലെ ഫലമാണ് പുറത്തു വന്നത്. പൊതുവെ ഇന്ത്യയിലെമ്പാടുമുള്ള BJPക്കാർക്ക്, സംഘപരിവാറുകാർക്ക് വളരെയേറെ സന്തോഷമുള്ള ഒരു റിസൾട്ടായിരുന്നു. എങ്കിലും കേരളത്തിലെ സംഖ്യകൾ അത്ര ഹാപ്പിയല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം അവർ ആത്മാർത്ഥമായിട്ട് ജയിക്കരുത് എന്ന് ആഗ്രഹിച്ച ചിലരൊക്കെ ജയിച്ചു കയറുകയും എന്നാൽ ചിലരൊക്കെ തോൽക്കുകയും ചെയ്തു. ഒരിക്കലും ജയിക്കാൻ പാടില്ല എന്ന് സംഖ്യകൾ ഉറപ്പിച്ചിരുന്ന സന്ദീപ് വാര്യർ അവരുടെ പാർട്ടി തന്നെ കണക്കൂട്ടിയത് പ്രകാരം ഒരിക്കലും ജയിക്കാൻ സാധ്യതയില്ലാത്ത തൃക്കരിപ്പൂർ എന്ന CPMൻ്റെ കോട്ടയിൽ അത്ഭുതകരമായി ജയിച്ചു കയറിയത് തീർച്ചയായിട്ടും അവരെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പക്ഷേ അതിൻ്റെ കാരണവും അവർ തന്നെയായിരിക്കും. പാർട്ടി വിട്ട് കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ പിന്നാലെ നടന്ന് സോഷ്യൽ മീഡിയയിലും മറ്റും ലൈവാക്കി നിർത്തിയത് യഥാർത്ഥത്തിൽ സംഖ്യകൾ തന്നെയാണ്. തുടക്ക സമയത്ത് സീറ്റ് പ്രഖ്യാപിക്കാത്തപ്പോൾ അത് വെച്ചിട്ടായിരുന്നു ട്രോളുകൾ. അങ്ങനെയാണ് ഒരു സീറ്റ് കൊടുത്തേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് തൃക്കരിപ്പൂരിലേക്ക് സന്ദീപ് വാര്യരെ പറഞ്ഞു വിടുന്നത്. കോൺഗ്രസ്സുകാർക്ക് പോലും പ്രതീക്ഷയില്ലാത്ത സ്ഥലത്ത് സന്ദീപ് വാര്യർ ജയിച്ചു കയറി. അങ്ങനെ ചിലരുടെ ജയം സംഖ്യകളുടെ ആ ആഹ്ലാദത്തിൻ്റെ പകിട്ട് കുറച്ചുവെങ്കിലും ചിലരുടെ തോൽവി അതേസമയം തന്നെ അവരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അതിലൊരാളാണ് KB ഗണേഷ് കുമാർ എന്ന പത്തനാപുരം MLA യും മന്ത്രിയുമൊക്കെ ആയിരുന്ന. അത് അദ്ദേഹത്തിൻ്റെ തറവാട്ട് വകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാവം. പത്തനാപുരം മണ്ഡലം കുടുംബ സ്വത്തായിട്ട് പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് എന്ന തരത്തിലായിരുന്നു അയാൾ പത്തനാപുരം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. എന്ത് തരവഴി പറഞ്ഞാലും ചെയ്താലും അവിടെയുള്ള ആളുകൾ തനിക്ക് വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് അയാൾ മൂഢമായി വിശ്വസിച്ചു. 8000-ൽ പരം വോട്ടിനാണ് ഇത്തവണ അയാൾ അവിടെ തോറ്റത് കോൺഗ്രസിൻ്റെ ജ്യോതികുമാർ ചാമക്കാലയോട്. ഒരുപക്ഷെ ചാമക്കാലയ്ക്ക് പോലും ഉറപ്പുണ്ടായിരുന്നില്ല പത്തനാപുരം പോലെ ഒരു മണ്ഡലത്തിൽ KB ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ പറ്റുമെന്ന്. പക്ഷേ അത് സാധ്യമായപ്പോൾ അതിൽ തീർച്ചയായിട്ടും BJPക്കാർക്ക് കൂടി ഒരു പങ്കുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 12,500-ൽ പരം വോട്ട് നേടിയ അതേ ഇടത്ത് ഇത്തവണ BJPക്ക് സ്ഥാനാർത്ഥിയില്ലായിരുന്നു, പകരം സഖ്യകക്ഷിയായ 2020 ആയിരുന്നു. അവിടെ അവർ നേടിയത് കേവലം 7000 വോട്ടുകൾ മാത്രം. ബാക്കി വോട്ടുകൾ സ്വാഭാവികമായി എങ്ങോട്ട് പോയി എന്ന് ചിന്തിക്കുമ്പോൾ അതെവിടെ എത്തിക്കാണുമെന്നും അത് ആരുടെ തോൽവിക്ക് കാരണമായി എന്നും മനസ്സിലാക്കാൻ പറ്റും. അവിടെ KB ഗണേഷ് കുമാർ തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു തൻ്റെ തോൽവിക്ക് കാരണം BJP ആണെന്ന്. അങ്ങനെയാണെങ്കിൽ കണക്കായി പോയി എന്നേ പറയാനുള്ളൂ എന്ന് സംഖ്യകൾ തിരിച്ചടിക്കുന്നു. കാരണം ഒരാവശ്യവുമില്ലാതെ സുരേഷ് ഗോപി എന്ന BJP MPയുടെ പിന്നാലെ നടന്ന് അദ്ദേഹത്തിന് നിരന്തരമായി ചൊറിയുന്ന ഒരു സ്വഭാവം കുറച്ചു കാലമായിട്ട് KB ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു. അതിൽ സംഖ്യകൾക്കൊക്കെ അതിയായ കോപം അയാളോടുണ്ടായിരുന്നു. അതൊന്ന് പ്രകടിപ്പിക്കാൻ അവസരം നോക്കി നടക്കുകയായിരുന്നു പത്തനാപുരത്തെ സംഖ്യകൾ അടക്കമുള്ളവർ. കൃത്യമായ ഒരു അവസരം വന്നപ്പോൾ അവർ അത് കാണിച്ചു കൊടുത്തു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. താനെന്തോ വലിയ കാമദേവനാണ് എന്ന ഭാവനയാണ് ഗണേഷ് കുമാർ കുറേ കാലമായിട്ട് നടന്നത്. എനിക്ക് ഒരു കാമുകിയല്ല, 5000-ന് മുകളിൽ കാമുകിമാരുണ്ട് എന്ന് വരെ മന്ത്രിയായിരിക്കുന്ന ഒരാൾ മീഡിയയുടെ മുന്നിൽ വലിയ വീരവാദം അടിക്കുന്ന കാഴ്ചയും നമ്മൾ കാണുകയുണ്ടായി. അഭിഹിതത്തിൽ പിടിച്ചിട്ട് പോലും അതിൽ യാതൊരു ഉളുപ്പുമില്ലാതെ യാതൊരു ചമ്മലുമില്ലാതെ പിന്നെയും ന്യായീകരിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിൽ വരാൻ അയാൾക്കൊരു മടിയുമുണ്ടായിരുന്നില്ല. കുടുംബസ്വത്ത് പോലെ വീതം വെച്ച് കിട്ടിയ മണ്ഡലമാണ്, താൻ അവിടെ നിന്ന് എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും താൻ തന്നെ ജയിക്കൂ എന്നൊരു അഹംഭാവം അയാൾക്കുണ്ടായിരുന്നു. അതുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മാറിക്കിട്ടിയത്. ഇത്തവണ BJPക്ക് ഇവിടെ 3 സീറ്റേ കിട്ടിയുള്ളൂ. യഥാർത്ഥത്തിൽ ഒരെണ്ണം കിട്ടിയാൽ തന്നെ ആഹ്ലാദിക്കേണ്ടവരാണവർ. ആ സ്ഥാനത്ത് 3 എണ്ണം കിട്ടി. എന്നിട്ടും ബംഗാളിൻ്റെ വളത്തിൽ അല്ലെങ്കിൽ ആസാമിലെ വളത്തിൽ പുതുച്ചേരിയുടെ വളത്തിലൊക്കെ ആഹ്ലാദിക്കുന്നതിൻ്റെ അത്രയൊന്നും കേരളത്തിലെ ഈ 3 സീറ്റിൻ്റെ ലഭ്യത കൊണ്ട് അവർ ആഹ്ലാദിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ കാരണം ജയിക്കരുത് എന്ന് അവർ ആഗ്രഹിച്ച ചിലരൊക്കെ ജയിച്ച് കയറിപ്പോയി. VD സതീശനും അതേപോലെ തന്നെ സന്ദീപ് വാര്യരും അതേപോലെ മറ്റു പലരും. എന്നാൽ നിയമസഭ കാണരുത് എന്ന ആഗ്രഹമുണ്ടെങ്കിലും അത് നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് സംശയിച്ചിരുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു KB ഗണേഷ് കുമാർ. കാരണം ഏത് പ്രതിസന്ധിയിലും അയാൾ അവിടെ ജയിച്ചു പോകുമെന്നൊരു പൊതുബോധമായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. ആ ഒരു പൊതുബോധത്തിന് കൂടി ഇപ്പോൾ കോട്ടം തട്ടിയിരിക്കുന്നു. KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് സ്വന്തം തട്ടകത്ത് തോറ്റു തൊപ്പിയിട്ടിരിക്കുന്നു. അതിന് അയാൾ തന്നെ പറയുന്ന കാരണം തന്നെ തോൽപ്പിക്കാൻ പ്രധാനമായും ഒരു കാരണമായത് BJPക്കാർ വോട്ട് മറിച്ചതുകൊണ്ടാണെന്നാണ്. അങ്ങനെയെങ്കിൽ കണക്കായിപ്പോയി എന്ന് തന്നെയാണ് BJPക്കാർ തിരിച്ചടിക്കുന്നത്.